ഗുഡ് മോർണിംഗ് ഫ്യൂച്ചർ മാനേജേഴ്സ്, വെൽക്കം ടു അവർ ചാനൽ MBA Chaser. സോ നമ്മൾ പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു LRD ഏര. സോ LRD ഏര ബേസിക്സ് ആയിരിക്കും നമ്മൾ പറയുന്നത്. ഇത് ഗെയിമിംഗ് ടൂർണമെൻറ്റിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ്. ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ നോക്കൗട്ട് ടൂർണമെൻറ്റിനെ പറ്റിയാണ് സംസാരിച്ചത്. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് റൗണ്ട് റോബിൻ ടൂർണമെൻറ്റ്സിനെ പറ്റിയാണ്. നോക്കൗട്ട് ടൂർണമെൻറ്റിനെ പറ്റി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ്. ഇപ്പം എയോ ബിയോ എന്ന് പറയുന്ന രണ്ട് പ്ലേയേഴ്സ് തമ്മിൽ കളിക്കുകയാണെങ്കിൽ എ ജയിക്കുകയാണെങ്കിൽ ബി ആ ടീമിൽ നിന്ന് പിന്നെ വേറൊരാളുമായിട്ട് കളിക്കില്ല, നേരെ ഔട്ടാണ്. എന്നാൽ ഇൻ ദി കേസ് ഓഫ് എൻ റൗണ്ട് റോബിൻ ടൂർണമെൻറ്റ് എങ്ങനെയാണത്? എ ബി സി ഡി എന്ന് പറഞ്ഞ് 4 പ്ലേയേഴ്സ് ഉണ്ടെങ്കിൽ എല്ലാവരും തമ്മിൽ കളിക്കും എന്ന് പറയുമ്പോൾ ടൂർണമെൻറ്റ് കളിക്കും. എന്ന് പറയുമ്പോൾ എ ബിയിലൂടെ കളിക്കും, എ സിയിലൂടെ കളിക്കും, എ ഡിയിലൂടെ കളിക്കും, ദെൻ എ സിയിലൂടെ കളിക്കും, എ ഡിയിലൂടെ കളിക്കും, പിന്നെ സി ഡിയിലൂടെ കളിക്കും, ഡി ബിയിലൂടെ കളിച്ചു കഴിഞ്ഞു. അപ്പം അങ്ങനെ നമ്മൾ എല്ലാവരും പ്ലേസ് ഈച്ച് അതറാണ്, ഓരോരുത്തരുമായിട്ട് ടൂർണമെൻറ്റ് കളിക്കുന്നതാണ്. ഇപ്പോൾ ഒരു 3 പേരെ എടുക്കുകയാണ്. എ ബി സി. എ ബിയിലൂടെയും കളിക്കും, എ സിയിലൂടെയും കളിക്കും, എന്നാൽ തിരിച്ചും കളിക്കും. എന്തോന്ന്? എ സി എയിലൂടെയും കളിക്കും, ബി എയിലൂടെയും കളിക്കും. എന്ന് പറയുമ്പോൾ ഒരൊറ്റ മാച്ച്. അതിന് നമുക്ക് 2 രീതിയിൽ പറയാം. ഇത് ഒരൊറ്റ മാച്ചായിട്ടല്ലേ കൂട്ടുള്ളൂ. എ ബിയിലൂടെ കളിച്ചാലും ബി എയുടെ കൂടെ കളിച്ചാലും 2 ടീമുകൾ തമ്മിലല്ലേ ടൂർണമെൻറ്റ് കളിക്കുന്നത്. അപ്പം അടുത്തത് ബി സിയിലൂടെ കളിക്കും. അപ്പോൾ എന്തോന്നാണ്? 3 മാച്ചസ് ആണ് അവിടെ നടക്കുന്നത്, അല്ലേ? 3 മാച്ചസ് അല്ലേ നടക്കുന്നത്. അതേ പക്ഷേ ഇവിടെ എ ബി സി ഡി ആണ് ഉള്ളതെങ്കിലാ എ ആരൊക്കെ കൂടെ കളിക്കും? എ ബിയിലൂടെ കളിക്കും, ദെൻ എ സിയിലൂടെ കളിക്കും, ദെൻ എ ഡിയിലൂടെ കളിക്കും, ദെൻ ബി സിയിലൂടെ എയിലൂടെ കഴിഞ്ഞ് നീ എ ബി ഡിയുടെ കൂടെ, അല്ലേ? അടുത്ത് പിന്നെ എന്തോന്ന് റിമൈനിങ് ഉള്ളത്? സി ഡിയിലൂടെ. അപ്പോൾ എങ്ങനെയാടാ? അപ്പോൾ എ എത്ര കളി കളിച്ചു? 3. ബിയോ 2. സി എത്ര? 1. എന്ന് പറയുമ്പോൾ സി 2 കളി 3 എല്ലാവരോടെയും പ്ലേ ചെയ്ത്. പക്ഷേ നമ്മൾ ഇവിടെ നിന്ന് എടുത്തത് ഇപ്പം എ ആദ്യം എടുത്ത്, എ 3 പേരാ, ദെൻ ബി 2 പേരാ, ദെൻ സി ഒരാളാണ് എന്ന് പറഞ്ഞ് എടുക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 3 + 5 + 6 എത്ര? 3 + 2 + 1 എത്ര? 6. അപ്പം 6 മാച്ചസ് ആണ് ഈ എയും ബിയും സിയും കൂടി തമ്മിൽ കളിച്ചത്. മനസ്സിലായോ? ഇത് പക്ഷേ ഇവിടെ എത്രയാണ്? 1 2 3. 2 + 1 3 എന്ന് കിട്ടും. മനസ്സിലായോ? നേരത്തെ വിചാരിച്ച ടീംസ് പോലെ 5 ടീംസ്, 5 ടീം വരാൻ നേരത്തെ ചെയ്തില്ല, അതേ പാറ്റേണിൽ നമ്മൾ ചെയ്യാം. അപ്പം എ ബി സി ഡി ഇ അങ്ങനെ എത്ര പേര്? 5 പേര്. അപ്പം നമ്മളെങ്ങനെയാണ് പഠിച്ചത്? അപ്പം കുറഞ്ഞ് വരെയല്ലേ? ഞാൻ കാണിച്ചു തരാം. അപ്പം ഈ എ എന്ന് പറയുന്നത് 4 മാച്ചസ് അല്ലേ കളിക്കുള്ളൂ, 5 മാച്ചസ് കളിക്കില്ലല്ലോ. കാരണം ഇവിടെ 4 പേരല്ലേ റിമൈനിങ് ഉള്ളൂ. അപ്പം 4 മാച്ചസ്. പിന്നെ നമുക്ക് എത്ര? 3 മാച്ചസ്, ദെൻ 2 മാച്ചസ്, ദെൻ 1 മാച്ച്, ദെൻ 0 മാച്ച്. ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ എത്ര? 3 + 4 + 3 7 9 10 എന്ന് കിട്ടും. മനസ്സിലായോ? 10 എന്ന് കിട്ടിയല്ലോ. ഇത് നമ്മൾ ആ ഫസ്റ്റ് മെത്തേഡ് ഫസ്റ്റ്. ഇതല്ലാതെ നമുക്ക് സെക്കൻഡ് മെത്തേഡ്, ഇതാണ് മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത്. എങ്ങനെയാണ്? ഇതാകുമ്പോൾ നമുക്കിപ്പോൾ ഒരു 10 20 ടീംസ് വരെയാണ്. അപ്പോൾ 20 ടീംസ് വരുമ്പോൾ നമ്മളിങ്ങനെ എഴുതോ 20 19 18 17 എന്ന് പറഞ്ഞ് എഴുതി പോകാൻ പറ്റൂല. സോ നമുക്ക് M2 എടുക്കാം. നമ്മളെ മെത്തേഡ് 2 നമ്മളെങ്ങനെ എടുക്കുമെന്ന് പറയുമ്പം നമുക്ക് ആദ്യം എഴുതി വയ്ക്കുക ഏതൊക്കെ ടീമാണ്. എ ബി സി ഡി ഇ, അല്ലേ? ഈ ടീംസിൻ്റെ കൂടെ കണ്ട. അപ്പം ഈ ടീംസ് എ ബി സി ഡി ഇ. അപ്പം ഈ ടീംസിൻ്റെ കൂടെ ഈ ടീംസ് ലോജിക്ക് ആലോചിക്കും, ഓരോരുത്തർ എത്ര മാച്ച് കളിക്കും? എ 4 മാച്ച് കളിക്കൂലേ ബാക്കി 4 പേരോടാ? ബിയും 4 എണ്ണം കളിക്കൂലേ? സിയും 4 കളിക്കൂലേ? ഡിയും 4 കളിക്കൂലേ? ഇയും 4 കളിക്കൂലേ? അപ്പോൾ എത്ര? 4 5 എത്ര? 20 മാച്ച് കളിച്ചെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം എന്തോന്നാണ്? എ ബിയിലൂടെ കളിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ബി എയിലൂടെ കളിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് 1 ആയിട്ടേ എടുക്കാൻ പറ്റുള്ളൂ, അല്ലേ? അപ്പോൾ നമ്മൾ അതിനെ ഡിവൈഡഡ്/2 എന്ന് ചെയ്യുമ്പം 10 എന്ന് കിട്ടും. മനസ്സിലായ? ഇത് എത്ര നമ്പർ ഉണ്ടെങ്കിലും, എത്ര പ്ലേയേഴ്സ് ഉണ്ടെങ്കിലും നമ്മൾ ഞാൻ ഇപ്പം പറഞ്ഞ പോലെ, നേരത്തെ പറഞ്ഞ പോലെ 20 പ്ലേയേഴ്സ് ഉണ്ട്. 20 പ്ലേയേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ എന്തോ ചെയ്യണം? 20 × 19 ചെയ്യണം. അപ്പം 380 ഡിവൈഡഡ്/2 എത്ര? 190 മാച്ചസ് നമ്മൾ കളിച്ചാൽ നമുക്ക് പറയാൻ പറ്റും. മനസ്സിലായ? അപ്പം അത്ര എളുപ്പമാണ് ഈ റൗണ്ട് റോബിൻ ടൂർണമെൻറ്റ്. നമ്മൾ ലോജിക്ക് ആലോചിച്ച് ചെയ്താൽ മാത്രം മതി.
അടുത്ത നമുക്ക് വേറൊരു മെത്തേഡ് വെച്ച് നമുക്കിത് ചെയ്യാൻ പറ്റും. ഏത്? കോമ്പിനേഷൻ മെത്തേഡും വെച്ച് നമുക്കിത് ചെയ്യാൻ പറ്റും. പെർമുട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ പഠിച്ചിട്ടില്ലേ? പഠിക്കാത്തവർ ഇത് സ്കിപ്പ് ചെയ്തേക്ക്. നമുക്ക് ഈ ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്താൽ പെർമുട്ടേഷൻ ആൻഡ് കോമ്പിനേഷനിൽ അതിൽ നമുക്ക് NC2 എന്ന് എഴുതാം. N എന്ന് പറയുന്നത് നമ്മളെ നമ്പർ ഓഫ് ടീംസ് എത്ര? 5 ടീം, 5C2. അപ്പം N × N - 1 × 2 എത്ര? 5 × 4/2. അപ്പം 2 × 2 വെട്ടിക്കളഞ്ഞ 4 × 2 വെട്ടിക്കളഞ്ഞ 2 കിട്ടി. ദെൻ 5 × 2 10. അപ്പം 10 മാച്ചസ് എന്ന് നമുക്ക് എഴുതി വയ്ക്കാം. ഇത് പാടെന്ന് തോന്നണവർ മാച്ച് നമ്പർ 2 എഴുതി, മെത്തേഡ് നമ്പർ 2 ചെയ്താൽ മതി. അത് ഭയങ്കര എളുപ്പമാണ് അല്ലേ? നമുക്ക് എത്ര ടീമുണ്ട്? × 5 ÷ 2. എത്ര ടീമുണ്ട് അത് ഇൻറ്റു ആ റിമൈനിങ് എത്ര ÷ 2. നമുക്കൊരു 2 കണ്ടീഷനും കൂടി പഠിക്കാം. ഇഫ് ദർ ആർ നോ ഡ്രോസ്, അവിടെ ഡ്രോ ഇല്ലെങ്കിൽ ദി ടോട്ടൽ നമ്പർ ഓഫ് വിൻ ഓർ ദി ലോസ് ഈസ് ഈക്വൽ ടു ദി ടോട്ടൽ നമ്പർ ഓഫ് മാച്ചസ് എന്ന് പറയുമ്പം ടോട്ടൽ നമ്പർ ഓഫ് മാച്ച് എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് മാച്ചസ് ഈക്വൽ ടു ടോട്ടൽ നമ്പർ ഓഫ് വിൻസ് ഈക്വൽ ടു ടോട്ടൽ നമ്പർ ഓഫ് ലോസ് എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മളെ ടീമിൽ ഒരു 10 പേര് ജയിക്കുകയാണെങ്കിൽ 10 പേര് ലോസ് ആവൂലേ അല്ലേ? ഒരു 10 പേര് തമ്മിലാണ് കളിക്കുന്നത്. 5 പേര് ജയിക്കുകയാണെങ്കിൽ 5 പേര് എന്തോന്ന് തോൽക്കും. അപ്പോൾ അതെന്തോന്നാണ്? അപ്പം ടോട്ടൽ നമ്പർ ഓഫ് മാച്ചസ് എത്രയാണ്? 5 ആണ്. ഞാൻ ഇപ്പോൾ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പം കുറച്ച് പ്ലേയേഴ്സ് ഉണ്ട്, ABCD 4 പ്ലേയേഴ്സ് ഉണ്ട്. അപ്പോൾ അവർ പ്ലേ ചെയ്തത് എത്ര മാച്ചസ് ആയിരിക്കും? 3 മാച്ചല്ലേ കളിക്കാൻ പറ്റുള്ളൂ, 4 മാച്ച് കളിക്കാൻ പറ്റില്ല. അപ്പോൾ 3 മാച്ച്. അപ്പോൾ നമ്മൾ എന്തോന്നാണ് പഠിച്ചത്? ടോട്ടൽ നമ്പർ ഓഫ് മാച്ചസ് എന്ന് പറയുന്നത് 3 × 4 ഇതെല്ലാം കൂടി കൂട്ടണം. 3 × 4 എത്ര? 12/2 എത്ര? 6 ആയിരിക്കും. ടോട്ടൽ മാച്ച് എത്ര? 6 എണ്ണം ആയിരിക്കും അവർ കളിക്കുന്നത്. അടുത്തെത്ര? വിൻ, എത്ര പേര് ജയിച്ചെന്ന്. പ്ലേഡ് വോൺ. അപ്പം ഞാൻ ഒരു ഊഹത്തിലെടുക്കുകയാണ്. ഞാൻ ഉണ്ടാകുന്ന ക്വസ്റ്റ്യനില്ല, അതുകൊണ്ട് ഞാൻ എടുക്കുകയാണ് 3, 2, 1, 0. ദെൻ ലോസ്. അപ്പം 3 കളിയും ജയിച്ചെങ്കിൽ 1 കളി 0 കളിയായിരിക്കും തോക്കുന്നത്. 3 കളി കളിച്ച് 2 കളി തോറ്റെങ്കിൽ 1 കളി 3 മാച്ച് കളിച്ചെങ്കിൽ അതിൽ 2 എണ്ണം ജയിച്ചെങ്കിൽ ബാക്കി 1 എണ്ണം അല്ലേ ലോസ് ആയിട്ടുള്ള. അതുപോലെ തന്നെ 3 എണ്ണം കളിച്ചിട്ട് 1 എണ്ണം വിൻ ആണെങ്കിൽ അടുത്ത 2 എണ്ണമാണ്. 1 പോലും ജയിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് എത്ര? 3 എണ്ണം ആൾ തോറ്റെന്നാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് കൂട്ടി നോക്കിയാടാ. 3 + 5, 3 + 2 + 1 എത്ര? 3 + 2 5, 6. അതുപോലെ തന്നെ ഇവിടെ 6. അപ്പം നമുക്ക് എന്തോന്ന് കിട്ടി? ടോട്ടൽ നമ്പർ ഓഫ് മാച്ചസ് ഈക്വൽ ടു ഇത് നമുക്ക് കിട്ടി അല്ലേ? കിട്ടിയില്ലേ? അപ്പോൾ നമുക്ക് ഈ പോയിൻറ്റ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഓൾമോസ്റ്റ് എല്ലാ എക്സാംസിനും തരുന്നതാണ്, എല്ലാ ക്വസ്റ്റ്യൻസിലും. അഥവാ തന്നിട്ടില്ലെങ്കിൽ നമ്മൾ വിൻ ചെയ്തതിന് നമ്മൾ എന്തോ എടുക്കും? വിൻ ചെയ്തതിന് നമ്മൾ +2 ലോസ് ചെയ്തതിന് നമ്മൾ 0 പോയിൻറ്റ്സുമാണ് എടുക്കുന്നത് പൊതുവേ. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ്റെ രീതിയിൽ എഴുതണം. അപ്പോൾ എത്ര പോയിൻറ്റ്സ് കിട്ടും? 3 × 6 2 എത്ര? 6. 2 × 2 എത്ര? 4. 1 × 2 എത്ര? 2. 0 × 2 0. അപ്പം പോയിൻറ്റ്സ് എത്ര? 12 പോയിൻറ്റ്സ് ആണ് എല്ലാവർക്കും കിട്ടിയത്. അപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ, നമ്മൾ ഇത് കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് ഡ്രോ ഇല്ല, എന്നാൽ അടുത്ത കണ്ടീഷനിൽ നമുക്ക് ഡ്രോ ഉണ്ട്. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കും? ഡ്രോ ഇല്ലെങ്കിൽ ഏറ്റവും എളുപ്പമല്ലേ? നമുക്ക് ഡ്രോ ഇല്ലെങ്കിൽ നമ്മുടെ ആൾ ജയിക്കാത്ത, ഇപ്പോൾ 3 മാച്ച് ജയിച്ചെങ്കിൽ ബാക്കി 1 മാച്ച് ലോസ് ആയിട്ടില്ല, തോറ്റിട്ടില്ല. 2 മാച്ച് ജയിച്ചിട്ടുണ്ടെങ്കിൽ 1 മാച്ച് എന്തായാലും തോക്കും. അതാണ് നമ്മളെ കോൺസെപ്റ്റ്. സോ ഇത് ഡ്രോ എന്ന് പറഞ്ഞ കേസിൽ. ഡ്രോ അല്ലാത്ത കേസിൽ, ഇനി ഡ്രോ ആവണ കേസ് നമുക്ക് പഠിക്കും. ഇത് നമുക്ക് കണ്ടീഷൻ നമ്പർ 2. ഇൻ കേസ് ഓഫ് ദി ഡ്രോയുടെ കണ്ടീഷനിൽ ദി ടോട്ടൽ നമ്പർ ഓഫ് മാച്ചസ് ഈസ് ഗിവൺ ബൈ ടോട്ടൽ നമ്പർ ഓഫ് വിൻ ഓർ ലോസ് പ്ലസ് ദി ടോട്ടൽ നമ്പർ ഓഫ് റോ ഡിവൈഡഡ് ബൈ 2 ആണ്. സോ ഇത് നമുക്കൊരു എക്സാമ്പിൾ വെച്ച് ഞാൻ കണ്ടുപിടിച്ച് തരാം ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ ഒരു ക്വസ്റ്റ്യൻ എടുക്കുകയാണ്. ABCD സെയിം കഴിഞ്ഞ കണ്ടീഷനിൽ ചെയ്ത അതേ ക്വസ്റ്റ്യനാണ് ഞാൻ എടുക്കുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് മാച്ചസ് എത്രയാണ് കളിച്ചത്? പ്ലേഡ് എത്രയാണ്? ഇവരെത്ര? 3 അല്ലേ? അപ്പം ടോട്ടൽ നമ്പർ ഓഫ് മാച്ചസ് എത്രയാണ്? 12/2 എത്ര? 12/2 6 മാച്ചസാണ് അവർ കളിച്ചത്. അതറിയല്ല, അത് മനസ്സിലായല്ല. അപ്പം നമുക്ക് അടുത്ത് വിൻ എടുക്കാം. വിന്ന് ഞാൻ പറയാണ്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 2, 1, 1, 0. ദെൻ ലോസ് എന്ന് പറയണത് എത്ര? 1, 1, 1, 1. അപ്പം നമ്മൾ ഡ്രോ എത്രയായിരിക്കും? 2 മാച്ച് 3 മാച്ച് കളിച്ചു. അപ്പം 2 മാച്ച് ജയിച്ച് 1 മാച്ച് തോറ്റ്. അപ്പം നമുക്ക് എന്തോന്ന് പറയാം? നമ്മളെ ഡ്രോ എത്രയായിരിക്കും? 2 + 1 3 മാച്ച് കഴിഞ്ഞ്. അപ്പം നമ്മളെ ഡ്രോ എത്ര? 0.
അടുത്ത 1+1 2, ഒരു കളി ജയിച്ച് ഒരു കളി തോറ്റ്. അപ്പോൾ 3 - 2 എത്ര 1, അപ്പം ബാക്കി 1 കളിക്കാനുണ്ട്. അപ്പോൾ 2-ൽ നിന്ന് വീണ്ടും 1, പിന്നെ ഒരു മാച്ച് ലോസായി എങ്കിൽ 2 മാച്ച് എന്തൊന്നായിരിക്കും ഡ്രോ ആയിരിക്കും. അപ്പം നമ്മൾ എല്ലാം കൂടി കൂട്ടി നോക്കുമ്പോൾ എത്ര 2+1+4, 2+1+1 എത്ര 4 എന്ന് കിട്ടും. അടുത്ത് 1+1+1+1 4. അതിൽ നിന്നൊരു കാര്യം നിങ്ങൾ എഴുതി വെച്ചോ, ഈ കണ്ടീഷനിൽ ദി ടോട്ടൽ നമ്പർ ഓഫ് വിൻ ഈസ് ഈക്വൽ ടു ടോട്ടൽ നമ്പർ ഓഫ് ലോസ്. മനസ്സിലായ? ഇത് നമ്മളൊരു ഇമ്പോർട്ടൻ്റ് ആണ് ഇൻ ദിസ് കണ്ടീഷൻ. അടുത്ത നമുക്ക് ഡ്രോയുടെ കണ്ടീഷൻ എടുക്കാം. 1+1+1+2 എത്ര 4 എന്ന് നമുക്ക് കിട്ടിയാ. അപ്പം നമുക്കിത് ഇതിൽ നിന്നൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായ, ബിക്കും സിക്കും ഒരൊറ്റ ഡ്രോയേ ഉള്ളൂ ഓരോരുത്തർക്കും, എന്നാൽ ഡിക്ക് 2 ഡ്രോ ഉണ്ട്. അപ്പോൾ നമുക്കത് എങ്ങനെ പറയാം? ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല ഡിയും സിയും ആയിട്ടാണ് കളിച്ചതെന്ന് അപ്പോൾ ഡ്രോ ആയെന്ന്. അങ്ങനെ പറയാൻ പറ്റുമോ? എങ്കിൽ ഇത് രണ്ടും പോയാൽ ഈ ഡി ആരോടെ കളിക്കും? ലോജിക്ക് ആലോചിച്ച് നോക്കും. അപ്പോൾ നമുക്ക് അതിൽ നിന്നൊരു കാര്യം മനസ്സിലാവാം, ഡി ബിയിലൂടെയും കളിച്ച് ഡി സിയിലൂടെയും കളിച്ച് രണ്ടടുത്തും ആർക്ക് എവന് ഡ്രോ ആയി, ഇവർക്ക് ഓരോ ഡ്രോയും ആണ്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് പറഞ്ഞൂടെ ഇതിൽ നിന്ന്. അപ്പോൾ ഇവർ തമ്മിൽ എത്ര മാച്ച് കളിച്ച്? 2 മാച്ചല്ലേ 3 മാച്ചല്ലേ കളിച്ചിട്ടുള്ളൂ? സോറി 2 മാച്ചല്ലേ 1 2 അങ്ങനെ 2 മാച്ചല്ലേ കളിച്ചിട്ടുള്ളൂ. ബിയും ഡിയും തമ്മിൽ ഒരു മാച്ച്, ഡിയും സിയും തമ്മിൽ ഒരു മാച്ച്, അല്ലെ? അങ്ങനെ 2 മാച്ചല്ലേ കളിച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ അടുത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ ഈ ഡ്രോ ടോട്ടൽ നമ്പർ ഓഫ് ഡ്രോ കിട്ടിയാൽ അതേ ഡിവൈഡഡ് ബൈ 2 ചെയ്യണം, വിച്ച് ഈസ് ഈക്വൽ ടു 2. മനസ്സിലായ? അപ്പോൾ നമുക്ക് അതിനൊരു ഫോർമുല ഉണ്ട്. എന്തോന്ന്? ഈ ടോട്ടൽ നമ്പർ ഓഫ് മാച്ചസ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? വിൻ ടോട്ടൽ നമ്പർ ഓഫ് വിൻ ഓർ ലോസ് പ്ലസ് ഡി എന്നാണ് നമ്മൾ അടുത്ത് നമുക്ക് എഴുതേണ്ട. ഇവിടുത്തെ ഡി ടോട്ടൽ നമ്പർ ഓഫ് ഡ്രോ ബൈ 2 പറഞ്ഞ എന്തോന്നാണ്? ഇവിടുത്തെ 4/2 ആണ് നമ്മളിവിടെ 2 എന്ന് കിട്ടിയത്. സോ മനസ്സിലായ? അപ്പോൾ ആദ്യം നമ്മൾ ഡ്രോ കണ്ടുപിടിക്കും. അതിൻ്റെ അകത്ത് നമ്മൾ ലോജിക്ക് ആലോചിക്കണം. ഡിയും ബിയും മാത്രമേ കളിക്കുള്ളൂ, ഡിയും സിയും തമ്മിലേ കളിക്കുള്ളൂ. അപ്പോൾ നമുക്ക് ടോട്ടൽ 2 മാച്ചേ ഉള്ളൂ, ആണോ? അപ്പോൾ ഏതൊരു ഡ്രോ കിട്ടിയാലും അതേ ഡിവൈഡഡ് ബൈ 2 ആയിരിക്കണം. ടോട്ടൽ നമ്പർ ഓഫ് ഡ്രോ ഡിവൈഡഡ് ബൈ 2 ആയിരിക്കണം. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഗെയിം ആൻഡ് ടൂർണമെൻറ്റ്സിൻ്റെ റൗണ്ട് റോബിൻ ടൂർണമെൻറ്റിൻ്റെ ഇൻ ഫുട്ബോൾ ടൂർണമെൻറ്റ് 6 teams A, B, C, D, E and F participated. Every pair of the team had exactly 1 match among them. For any team, a win fetched 2 points, a draw fetched 1 point and a loss fetched 0 no points. എന്ന് പറയുമ്പം നമ്മുടെ വിന്നിന് 2 points, അടുത്ത ഡ്രോയ്ക്ക് 1 point, നമ്മൾ ലൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 0 point. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മുടെ ഓപ്ഷൻസ് തന്നിരിക്കുന്നതാണ്. ഓപ്ഷൻസ് അല്ല, ഈ ക്വസ്റ്റ്യനിൽ ഗിവൺ ആയിരിക്കും ഇതെല്ലാം. സോ ബോത്ത് ടീം ഇ ആൻഡ് എഫ് എൻഡഡ് വിത്ത് ദി ലെസ് ദാൻ 5 points. ഇ ആൻഡ് എഫ് 5 point താഴെ ആയിരിക്കും അവർ സ്കോർ ചെയ്തിട്ടുള്ളത്. രണ്ടുപേരും എന്തായാലും 5 കുറവായിരിക്കും, എന്തായാലും 5 കൂടുതൽ ഒരിക്കലും വരില്ല. പിന്നെ അറ്റ് ദി എൻഡ് ഓഫ് ദി ടൂർണമെൻറ്റ് പോയിന്റ് ബോക്സ് ഈസ് ആസ് ടു ഫോളോ. സോ ദി എൻട്രീസ് ആർ ഷോൺ ബിലോ. സോ ഇതാണ് നമ്മുടെ എൻട്രീസ്. പിന്നെ താഴെ ഇറ്റ് ഈസ് ഷോൺ ദാറ്റ് ദി ബി ഡിഫീറ്റഡ് സി ആൻഡ് ടീം സി ഡിഫീറ്റഡ് ഡി എന്ന്. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ്റെ അകത്ത് നമുക്ക് പ്ലേഡ് തന്നിട്ടുണ്ട്, ലൂസേഴ്സ് തന്നിട്ടുണ്ട്, പോയിന്റ്സ് തന്നിട്ടുണ്ട്. നമുക്ക് വിന്നും ഡ്രോയും കണ്ടുപിടിക്കണം. സോ നമ്മളത് എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് നമുക്ക് നോക്കാം. അപ്പം നമ്മളിപ്പോൾ ആലോചിക്കുകയാണ്, ഇവിടെ 4 വിന്ന് വരെയാണ്. അപ്പോൾ 4 × 2 എത്ര? 4 × 2 8 വരും. അപ്പോൾ എല്ലാവരും ചാടിക്കയറി ഇവിടെ 4 എഴുതി വെക്കുക. എന്നാൽ അത് മണ്ടത്തരമാണ്. കാരണം എന്തോന്നാണ്, പുള്ളിക്കാരൻ 5 മാച്ചാണ് കളിച്ചത്. അപ്പോൾ നമുക്ക് എന്തോന്ന് പറയാൻ പറ്റില്ല, ഇതൊരിക്കലും ഇവിടെ 4 ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം, ഈ 8നെ നമുക്ക് 3 × 2 എന്ന് പറഞ്ഞാൽ 3 മാച്ചസ് ആൾ ജയിച്ച് 2 ഡ്രോയും ആയി. മനസ്സിലായ? ഡ്രോയ്ക്ക് 1 point അല്ലേ? അപ്പോൾ നമുക്ക് 6 + 2 എത്ര? 8 എന്ന് എഴുതിക്കൂടെ? എഴുതാമോ? എഴുതാം. അതൊക്കെ അല്ലേ. അടുത്ത നമുക്ക് ബി നോക്കാം. ബി 5 മാച്ചസ് ആണ് കളിച്ചിട്ടുള്ളത്. അടുത്ത് 2 മാച്ചസ് ലോസ് ചെയ്തു. അപ്പോൾ റിമൈനിങ് എത്രയാണ്? റിമൈനിങ് പിന്നെ 3 മാച്ചേ പുള്ളിക്കുള്ളൂ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ 3 × 2 എന്ന് എഴുതാമോ? കാരണം എന്താണ്, 3 മാച്ചസ് ജയിച്ചെന്ന് പറഞ്ഞാൽ 2 point ആണ്. അങ്ങനെ നമുക്ക് എഴുതിക്കൂടെ? എഴുതാൻ പറ്റും. കാരണം എന്താണ്, നമ്മളപ്പം 3 മാച്ചും കളിച്ച് 2 മാച്ച് എന്തോന്ന് ലോസുമായി. അപ്പോൾ അതിനർത്ഥം 3 + 5
3+2 5 മാച്ച് എന്തോന്ന് മാച്ച് ടോട്ടലി കളിച്ചതാണ്. സോ നമുക്ക് ടോട്ടൽ 5 മാച്ച് കളിച്ചു. അപ്പോൾ നമുക്ക് 3 എന്ന് ഇവിടെ എഴുതാം, ഇവിടെ 0 എന്ന് എഴുതാം. അടുത്ത നോക്ക്. അടുത്ത സി നിങ്ങളൊന്ന് പറ എന്തൊന്ന് കിട്ടുമെന്ന് ഒന്ന് ചെയ്ത് നോക്ക്. അപ്പോൾ എത്ര കിട്ടും? സി എന്ന് പറയുന്നത് 5 മാച്ച് കളിച്ച് അതിൽ 2 എണ്ണം ലോസ്. അപ്പം പിന്നീട് റിമൈനിങ് എത്ര? 3 മാച്ചേ ഉള്ളൂ. എന്നാൽ 5 പോയിന്റ്സ് ഉള്ളൂ. അപ്പം നമുക്ക് 3 × 2 നേരത്തെ പോലെ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പം നമുക്ക് 2 × 2 + 1 എന്ന് എഴുതിക്കൂടെ? അപ്പോൾ എത്ര? 4+1 എത്ര? 5 എന്ന് എഴുതിക്കൂടെ? അപ്പം നമുക്ക് 2 മാച്ച് ജയിക്കുകയും ചെയ്തു, 1 മാച്ച് ഡ്രോയും ആയി. അപ്പോൾ അത് മനസ്സിലായില്ലേ? ഇങ്ങനെ നമുക്ക് കുറേ ഓപ്ഷൻസ്, ഈ ഓപ്ഷൻസ് നമ്മൾ ഫില്ലപ്പ് ചെയ്യണം ലോജിക്ക് ആലോചിച്ച്. അടുത്ത നമുക്ക് ഡി നോക്കാം. ഡിയിലാണെങ്കിൽ അവർ 1 മാച്ച് ലോസ് ആയി. അപ്പോൾ നമുക്ക് റിമൈനിങ് 4 മാച്ചസ് ഉണ്ട്, 5 പോയിന്റ്സ് കിട്ടുകയും വേണം. എന്നാൽ നമുക്ക് എഴുതാൻ പറ്റുമോ 2 × 2 + 1 എന്ന്? 2+1 എത്ര? 3 മാച്ചസ് അല്ലേ ആവുള്ളൂ. നമുക്ക് പക്ഷേ 4 മാച്ചസ് വരണ്ടേ. സോ അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 1 × 2 + 3 എന്ന് എഴുതിക്കൂടെ? 1 മാച്ച് ജയിച്ച് ബാക്കി 3 മാച്ച് ഡ്രോ ആയെന്ന് എഴുതിക്കൂടെ? അപ്പോൾ നമുക്ക് ഇവിടെ 1 എന്നും എഴുതാം, ഇവിടെ 3 എന്നും എഴുതാം. അപ്പോൾ ഇത്രയും ഓക്കെ അല്ലേ? ഇത്രയും കിട്ടിയാൽ ബാക്കി നമ്മൾ എന്തോന്ന് ചെയ്യണം? ബാക്കി നമുക്ക് ഇവിടെ 2 എണ്ണം എന്തോന്ന് കിട്ടുന്നു. അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇൻ്റെയും എഫിൻ്റെയും പോയിൻറ്റ്സ് എന്തോന്ന് <5 ആയിരിക്കും അല്ലേ? <5 ആയിരിക്കും. സോ ഇവിടെ 5 ആയിരിക്കുമല്ല. അപ്പോൾ നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് മാച്ച് എത്രയാണ്? ടോട്ടൽ നമ്പർ ഓഫ് മാച്ച് 5 × 6 എത്ര? 30. 30/2 എത്ര? 15 അല്ലേ ടോട്ടൽ നമ്പർ ഓഫ് മാച്ചസ്. നിങ്ങൾ പിന്നെ നോക്കേണ്ടതെന്ന് പറയുമ്പം ഇപ്പോൾ എ ബിയിലൂടെ ഒരു ടൂർണമെൻറ്റ് കളിച്ച് അങ്ങനെ എ ജയിച്ച്, അപ്പം നമുക്ക് എത്ര? 2 പോയിൻറ്റ്സ് ആണ് കിട്ടിയത്. അപ്പം പിന്നെ വേറൊരു ആണ് ബിയും സിയും കൂടി കളിച്ച്, അപ്പോഴെന്തോന്ന് ബിക്കും സിക്കും ഡ്രോ ആയി, ആ മാച്ച് ഡ്രോ ആയി. അപ്പം 1+1 എത്ര? 2 പോയിൻറ്റ്സ് അല്ലേ? അപ്പം നമ്മൾ എന്തായാലും 2 പോയിൻറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും ഒരു മാച്ചിന്. അപ്പം നമ്മൾ 15 × 2 എത്ര? 30 ആയിരിക്കും നമ്മളെ ടോട്ടൽ നമ്പർ ഓഫ് പോയിൻറ്റ്സ് അല്ലേ? അപ്പം നമ്മുടെ ഇത് രണ്ടിൻ്റെയും ഇപ്പം 30 നിന്ന് നമ്മൾ 8 + 6 + 5 + 5 കുറയ്ക്കുകയാണെങ്കിൽ നമ്മുടെ ഇതിൻ്റെ രണ്ടിൻ്റെ സമ്മ് കിട്ടൂലേ? കിട്ടും. അപ്പോൾ എത്ര കിട്ടും? 30 - 8 14 29 14 24 കിട്ടും അല്ലേ? അപ്പം അതിനർത്ഥം എന്തോന്നാണ്? =6. അതിനർത്ഥം എന്താണ്? 6 കിട്ടിയാൽ ഇൻ്റെയും എഫിൻ്റെയും സമ്മ് എത്ര ആയിരിക്കും? 6 ആയിരിക്കും. അപ്പം ഇവിടെ 6ൻ്റെതായി ഞാൻ ഇതൊന്ന് ഡിലീറ്റ് ചെയ്യണേ. ഇത് മനസ്സിലായല്ല? മനസ്സിലാവാത്തവരൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കണേ, ബാക്ക് അടിച്ചൊന്ന് കാണണം. അപ്പോൾ നമ്മൾ 6 വരാണ്. അപ്പോൾ 6 വരുമ്പോൾ നമുക്ക് ഒരിക്കലും 5ഉം 1ഉം എടുക്കാൻ പറ്റില്ല. കാരണം എന്തോന്നാണ്? നമ്മുടെ ഇയും എഫും 5 പോയിൻറ്റ്സിനെ കാട്ടി ചെറുതാണ്, കുറവായിരിക്കും. അപ്പോൾ നമുക്ക് 6ൻ്റെ പോസിബിലിറ്റീസ് ഏതൊക്കെ എടുക്കാം? 3ഉം 3ഉം എടുക്കാം, 4ഉം 2ഉം എടുക്കാം, 2ഉം 4ഉം എടുക്കാം അല്ലേ? ഇക്കും എഫിനും എടുത്തൂടെ? അപ്പോൾ നമ്മൾ ഒരു മാച്ച് എന്തായാലും ഈ ലോസ് ആയി. അപ്പം 5 ൽ 1 കുറച്ചാൽ 4. അപ്പോൾ നമുക്ക് 2 × 2 ചെയ്യാൻ പറ്റില്ലല്ലോ, കാരണം 2 മാച്ചസ് മാത്രമേ എനിക്ക് കളിക്കുള്ളൂ. അപ്പോൾ നമുക്ക് 2 ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്തോന്ന് എടുക്കാം? 4 × 1 എത്ര എടുക്കാം? 4 എന്ന് എടുക്കാം. അപ്പോൾ അതിനർത്ഥം എന്തോന്നാണ്? നമ്മുടെ ഡ്രോ പോയിൻ്റ് 4ഉം വിൻ എത്ര? 0 ആയിരിക്കും. മനസ്സിലായോ? സോ നമുക്കിവിടെ 4 എന്ന് എടുക്കാം. അടുത്തിവിടെ 2 എടുക്കുകയാണെങ്കിൽ 2 എടുക്കുമ്പോൾ നമുക്ക് എന്തോന്ന് പോസിബിലിറ്റി പറയാം? നമ്മളെ പോയിൻറ്റ്സ് 2 ആണ്. എന്നാൽ നമ്മൾക്കിപ്പം 2 × 1 ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? ഒരു മാച്ച് മാത്രമാണ് എനിക്ക് കളിക്കുന്നത്. അപ്പോൾ അത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്തോന്ന് പറയാം? കളിച്ചാൽ എല്ലാ കളിയും തോറ്റ്, 3 കളി എല്ലാ കളിയും തോറ്റ്, അപ്പം 0 വിന്നാണ്. ദെൻ 3 ലോസസ്, ദെൻ 2 ഡ്രോ. എങ്കിലല്ലേ 2 × 1 2 ആവുള്ളൂ, അല്ലാതെ ആവാൻ ഒരു ചാൻസും ഇല്ല. മനസ്സിലായോ? അപ്പോൾ അപ്പോൾ ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ തരുന്നത്. ആദ്യം ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് റൗണ്ട് റോബിനിൽ നമുക്കിങ്ങനെ ഒരു ബോക്സ് തരും. ആ ബോക്സ് നമ്മൾ ആദ്യം ഫില്ല് ചെയ്യണം. അതിന് ശേഷമേ ബാക്കിയുള്ളത് നമ്മൾ കണ്ടിന്യൂ ചെയ്യാവൂ. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. ഇയും എഫും എങ്ങനെ വന്നു ഇതുവരെ മനസ്സിലായല്ല, ഇതെങ്ങനെ എടുത്തതെന്ന്. സോ ഇത് നമ്മളെ 6ന് നമ്മൾ എങ്ങനെയൊക്കെ എടുക്കാം? 3 3 4 2 3 4. അത് കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ നോക്കാം, നമ്മളെ പോസിബിലിറ്റീസ് നോക്കാം. ഇൻ്റെ ഞാൻ ഒരു ബോക്സ് വരയ്ക്കാം. അപ്പം വിന്നും ഡ്രോയും അല്ലേ, ഞാൻ അത് രണ്ടുമാണ് എടുക്കുന്നത്. ഒരു പോയിൻ്റ് എന്തായാലും ഇവിടെ താണ്ട ഒരു ലോസ് എന്തായാലും നടന്നു കഴിഞ്ഞു. അപ്പം നമുക്ക് അതിൽ നിന്ന് എന്തോന്ന് എഴുതാം? 5 - 1 4 മാച്ചസേ ഇനി നടക്കുള്ളൂ. അപ്പം നമുക്ക് 8 ഇപ്പം 4 പോയിൻറ്റ്സാണ് നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത്.
എന്നാൽ നമ്മളിപ്പോൾ 4 മാച്ചസ് ജയിക്കുകയാണെങ്കിൽ എന്തോന്നാവും, നമ്മളെ പോയിൻറ്റ്സ് 8 ആവും അല്ലേ. 0 അതാണ്ട് 4 മാച്ചസിൽ 4 ജയിക്കുകയാണെങ്കിൽ നമുക്ക് 4 × 2 8 ആവും. എന്നാൽ നമ്മൾ 3 മാച്ച് ജയിച്ച് 1 മാച്ച് ഡ്രോ ആയി. അപ്പോൾ എന്തോന്ന് 3 × 2 6, 6 + 1 7 പോയിൻറ്റ്സ്. അടുത്ത് നമ്മൾ 2 വിൻ ചെയ്ത് 2 എണ്ണം ജയിച്ച് 2 എണ്ണം തോറ്റ്. അങ്ങനെ വരുമ്പോൾ 2 × 2 4 + 2 എത്ര 6 വരില്ലേ. അതും പറ്റൂല, നമുക്ക് 4 പോയിൻറ്റ്സ് ആണ് കിട്ടേണ്ടത്. അപ്പോൾ നമ്മൾ 1 എടുക്കുകയാണ്. ഒരു കളി ജയിച്ച് ബാക്കിയെല്ലാം ഡ്രോ ആവും. അപ്പം അപ്പോഴും നമുക്ക് 5 പോയിൻറ്റ്സ് വരണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തേ പറ്റുള്ളൂ, നമുക്ക് വിന്ന് 0യും നമ്മളെ ഡ്രോ 4ഉം എടുത്തേ പറ്റുള്ളൂ. മനസ്സിലായല്ലോ? മനസ്സിലായാലും കമൻറ്റ് ബോക്സിൽ പറ, നമ്മൾ പിന്നെയും പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മളടുത്തൊരു സബ് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ദി ടോട്ടൽ നമ്പർ ഓഫ് മാച്ചസ് എൻഡഡ് ഇൻ ഡ്രോ ഈസ്. അപ്പോൾ 2 + 1 3 ഇതെല്ലാം കൂടി കൂട്ടണം. അപ്പം 2 + 1 3 6 10 12 12 എഴുതി വെച്ചാൽ കിട്ടും വലിയൊരു മുട്ടയല്ല മൈനസ് കിട്ടും. അപ്പോൾ നമ്മൾ എന്തോ ചെയ്യും, 12/2 എത്ര 6 എന്ന് പറഞ്ഞ് എഴുതും. മനസ്സിലായോ? നമ്മൾ പറഞ്ഞിട്ടില്ലായിരുന്ന നമ്മളെ ഡ്രോയിൻ്റെ ടോട്ടൽ നമ്പറിൻ്റെ പാതിയാണ് നമ്മളെ ഡ്രോയിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് മാച്ചസ് എൻഡഡ് ഇൻ ദി ഡ്രോ ഈസ് 12/2. അത് മനസ്സിലാവാത്തവർ ഒരിക്കൽ കൂടി ആ വീഡിയോ കാണേണ്ടതാണ്. ഇതിൽ നിന്നൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ, നിങ്ങൾ ഒരു സെറ്റ് കംപ്ലീറ്റ് ചെയ്ത് കിട്ടിയ പിന്നെ പറയാന്ന് ക്വസ്റ്റ്യൻ എഴുതാം. വേണ്ട 5 മാർക്ക് കിട്ടാം. വിച്ച് നമ്പർ ഹയസ്റ്റ് നമ്പർ ഓഫ് വിച്ച് ഈസ് ദി ഹയസ്റ്റ് നമ്പർ ഓഫ് ഡ്രോസ്. ഏതാണ് ഹയസ്റ്റ് നമ്പർ ഓഫ് ഡ്രോസ്? എ ആണോ? എ എത്ര 2, സി എത്ര 1, ഡി എത്ര 4, ഇ എത്ര സോറി ഡി 3, ഇ 4. അപ്പോൾ നമുക്ക് എന്തോന്ന് എഴുതാം, നമ്മൾ ഓപ്ഷൻ ഡി ഇ എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാം. എഴുതിക്കൂടെ? സോ നമുക്ക് അടുത്ത് ടോട്ടൽ പോയിൻറ്റ്സ് ടീം എഫ് സ്കോർഡ് വാസ്. എഫ് എത്രയാണ് സ്കോർ ചെയ്തത്? 2 പോയിൻറ്റ്സ് അല്ലേ. അപ്പോൾ നമുക്ക് 2 പോയിൻറ്റ്സ് എന്ന് എഴുതാം. ഈസി ആയിട്ട് കിട്ടിയില്ലേ 3 മാർക്ക്. 3 മാർക്കല്ല, ക്യാറ്റ് ആണെങ്കിൽ നമുക്ക് എത്ര മാർക്ക് കിട്ടി? പറ. 3 × 3 9 മാർക്ക് കിട്ടി. അടുത്ത നമുക്ക് 4ാമത്തെ ക്വസ്റ്റ്യനിലോട്ടാക്കാം. വിച്ച് ടീം വാസ് നോട്ട് ഡിഫീറ്റഡ് ബൈ ദി ടീം എ. ടീം എ തോപ്പിക്കാത്ത ആരാണ്? നമ്മുടെ ഈ 4 പേരുമായിട്ട് 4 ഡ്രോ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ലേ? വേണ്ട നമ്മൾ ചെയ്തിട്ടില്ലേ 4 ഡ്രോ ഉണ്ടെന്ന്. അപ്പം നമുക്ക് ആരൊക്കെ ആയിട്ടായിരിക്കും ഡ്രോ വരുന്നത്? എ ആയിട്ട് ഡ്രോ വരാം, ബി ആയിട്ട് ഡ്രോ വരുമോ? ഇല്ല. കാരണം എന്താണ്, ബിക്ക് 0 ഡ്രോ ആണ്. അപ്പം ബി ആയിട്ട് വരില്ല, സി ആയിട്ട് വരും, ഡി ആയിട്ട് വരും, ദെൻ എഫ് ആയിട്ട് വരും. അങ്ങനെ 4 പേരുമായിട്ടായിരിക്കും ഡ്രോ ആയിരിക്കും. അപ്പം നമ്മളെ ഓപ്ഷൻ നോക്കുക, ഇ ഉണ്ടെന്ന്. സോ ഇ ഇല്ല. ഇ ഉണ്ടെങ്കിൽ നമ്മൾ ഓപ്ഷൻ ഇയെ കൊടുക്കുള്ളൂ. കാരണം എന്താണ്? കാരണം എന്ന് പറയുമ്പം എ ആയിട്ട് ഡ്രോ ആവും. എ ഒരിക്കലും ഇനെ ഡിഫീറ്റ് ചെയ്യൂല. അപ്പം നമ്മളടുത്തത് ഇവിടെ ഒരു കാര്യം നോട്ട് ചെയ്താൽ നമുക്ക് മനസ്സിലാവും. ടീം ബി ഡിഫീറ്റഡ് ടീം സി. ടീം ബി സിയെ തോൽപ്പിച്ചു അല്ലേ. അപ്പോൾ ആരാണ് തോറ്റത്? നമ്മുടെ സി ആണ് തോറ്റത്. അടുത്ത് സി ഡീൻ്റെ കൂടെ കളിച്ച്. അപ്പോഴെന്തോന്ന് പറ്റി? ടീം സി ഡിഫീറ്റഡ് ഡി. അപ്പം ഡീനെ സി തോൽപ്പിച്ചെന്നാണ് അതിൽ പറയുന്നത്. അപ്പം നമ്മൾ ഇതിൽ ഒരു കാര്യം നോക്കിയേ, ടീം ഡി ഒരാളുടെ കൂടെ മാത്രമേ തോൽക്കുന്നുള്ളൂ. അത് ആരുടെ കൂടെയാണ്? സിയുടെ കൂടെയാണ്. അപ്പം നമുക്ക് അതിൽ നിന്ന് പറഞ്ഞുകൂടെ, എക്ക് ഒരിക്കലും ഡിയെ തോൽപ്പിക്കാൻ പറ്റില്ല. കാരണം നമ്മളെ സി ആൾറെഡി തോൽപ്പിച്ചതെന്ന്. ഇത് ഗിവൺ ആണ്. ഒരിക്കലും ക്വസ്റ്റ്യൻ പാതി വായിച്ചിട്ടിരിക്കില്ല. അപ്പം നമ്മൾ ഓപ്ഷൻ സി ഡി ആയിരിക്കും നമ്മുടെ ആൻസർ. എന്ത് എളുപ്പമെന്ന് നോക്കിയേ.